ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ വിക്രം അതുപോലെ തന്നെ പ്രകാശിനും കൂടി മുമ്പ് മലക്ക് പോയ കാര്യങ്ങളൊക്കെ പ്രകാശിനെ ആലോചിക്കുകയാണ്. അന്ന് മലക്ക് പോകുന്ന സമയത്ത് കല്യാണി ശകുനം വന്ന് നിന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഒരുപാടായി, അമ്മമ്മ ഒരുപാട് കല്യാണിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം മലക്ക് പോയിട്ട് പ്രകാശിനും അതുപോലെ തന്നെ വിക്രവും തിരിച്ചു വന്നപ്പോ വിക്രത്തിന് നെറ്റിയിൽ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പൊ ദീപ ചോദിക്കണ്ട, അയ്യോ എന്ത് പറ്റി പ്രകാശേട്ടാ ചോദിക്കുമ്പോ, മിണ്ടരുത് നീ, മാറി നിക്ക് നീ, നിന്റെ മോളെ ശകുനം കണ്ടു പോയിട്ടാ എന്റെ മോൻ മല ചവിട്ടുന്ന സമയത്ത് വീണോടി, അവൻ ഉരുണ്ട് വീണു, ഭാഗ്യത്തിന് തല മാത്രമേ മുറിഞ്ഞുള്ളൂ എന്ന് പറയണം. അത് കാണുമ്പോഴേക്കും അമ്മ പറയണ്ടേ, എന്താ എല്ലാത്തിനും കാരണം അവളാ, ആ കല്യാണി. നിങ്ങൾ ഇവിടെ ഇറങ്ങണ സമയത്ത് ശകുനായിട്ട് മുമ്പിൽ വന്ന് നിന്നല്ലോ, അതുകൊണ്ട് തന്നെയാ എന്റെ മോൻ ഇങ്ങനെ വീണത് എന്ന് പറയുമ്പോ ദീപക്ക് ദേഷ്യം വരെയാണ്. ദീപ പറയണ്ട്, അതുകൊണ്ടൊന്നല്ല, ഇവന്റെ മനസ്സിലെ മല ചവിട്ടണമെന്നും അമ്പലത്തിൽ പോകണമെന്നൊന്നും ഇല്ല, നിങ്ങളെല്ലാവരും നിർബന്ധിച്ചോ പോയതാണല്ലോ, അത് ഭഗവാൻ അറിഞ്ഞു കാണുമായിരിക്കും, ഭഗവാൻ കൊടുത്ത ശിക്ഷ ഇവന്റെ അഹങ്കാരത്തിന് എന്ന് പറയുമ്പോഴേക്കും എന്ത് പറഞ്ഞോടി, കണ്ടോ അവളുടെ മോളെ പറഞ്ഞപ്പോഴേ അവൾക്ക് പിടിച്ചിട പ്രകാശ. എന്തായാലും അവൾക്ക് ഇന്നത്തെ ദിവസം പച്ച വെള്ളം കൊടുത്തു പോരുത്. എന്താ പ്രകാശേട്ടാ, അവള് നമ്മുടെ മോളല്ലേ, മിണ്ടിപ്പോരുത്, നിന്റെ മാത്രം മോൾ അവള്. അവൾക്ക് പച്ചവെള്ളം കൊടുത്തു പോരുത് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മ പറയണ്ടേ, എടാ പ്രകാശ, എന്തിനടാ ഇന്നത്തേക്ക് മാത്രമാക്കുന്നത്, 2-3 ദിവസത്തേക്ക് പച്ചവെള്ളം കൊടുക്കണടാ, അവളവിടെ ചത്ത് കിടക്കട്ടെ എന്ന് പറയാണ്. അതെ, 2-3 ദിവസത്തേക്ക് അവൾക്ക് പച്ചവെള്ളം കൊടുക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ 2 ദിവസം കല്യാണി പട്ടിണി പോലും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പ്രകാശനെ ആലോചിക്കുകയാണ്. ശേഷം പ്രകാശൻ പ്രതീഷും കൂടി ഇങ്ങനെ കെട്ടൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കല്യാണി അവിടെ നിൽക്കണ പ്രകാശൻ ഒന്ന് ചിരിക്കുന്നുണ്ട്, കണ്ണിങ്ങനെ നിറയാട്ടോ. അപ്പൊ കല്യാണിക്ക് മനസ്സിലായി പഴയ കാര്യം പ്രകാശനെ ആലോചിക്കുകയാണെന്ന്. പ്രകാശൻ കണ്ണു നിറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുമ്പോ രതീഷ് പറയണ്ട്, എന്താ അച്ഛ ഇത്, കുഞ്ഞി പിള്ളേരെ പോലെ കരയുന്നത്, എന്താ അച്ഛനിപ്പൊ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയടാ രതീഷ്, മുമ്പ് കല്യാണി മോള് ശകുനം കണ്ടുകൊണ്ട് വിക്രം ശബരിമലയിൽ വീണു എന്ന് പറഞ്ഞിട്ട് കാല് തെറ്റി വീട് തൊട്ട് ഞാൻ കല്യാണിമോൾക്ക് 2 ദിവസം ജലപാനം പോലും കൊടുത്തില്ലായിരുന്നു. അതൊക്കെ ഇപ്പൊ ആലോചിക്കുകയാണ്. ഈ പ്രാവശ്യം ശബരിമലയ്ക്ക് എനിക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കണോടാ, എല്ലാത്തിനും എനിക്ക് ക്ഷമ പറയണം, എന്റെ കല്യാണി മോൾക്ക് വേണ്ടിട്ടാ ഞാൻ കൂടുതൽ മല ചവിട്ടാന്ന് വിചാരിച്ചത്, എനിക്ക് ജീവനോടത്തോളം കാലം ഞാൻ മല ചവിട്ടോടാ രതീഷിനി. അച്ചാച്ച പഴയ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആലോചിക്കില്ല, അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, നിനക്കറിയാവോ ഞാൻ എന്തുമാത്രം ദ്രോഹമാണ് എന്റെ കല്യാണി മോളോട് ചെയ്തെന്ന്. കല്യാണി മോളോട് മാത്രല്ല, അവളുടെ അമ്മയെടുത്ത് ദ്രോഹങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പാവം ദീപ 10-25 വർഷം എന്നെ സഹിച്ച് അവള് ജീവിച്ചു. ലക്ഷ്മി പിന്നെ 1.5 വർഷം മാത്രം എന്റെ കൂടെ ജീവിച്ചുള്ളൂ. അപ്പോഴേക്കും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ കേരളത്തിലേക്ക് വന്നല്ലോ. പക്ഷേ ദീപനെ വിവാഹം കഴിച്ചു. ആദ്യത്തെ പെൺകുട്ടിയായപ്പോ രണ്ടാമത്തത് പെൺകുട്ടിയായിരിക്കും പിന്നെ അവളെ വെച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തതും അടുത്ത ആൺകുട്ടിയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്തതും പെൺകുട്ടിയായപ്പോഴേക്കും 3ാമത്തെ പ്രാവശ്യം അവൾ പെൺകുട്ടിക്കാണ് ജന്മം നൽകിയതെങ്കിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചു പോയാനെ. അതൊരു ആൺകുട്ടിയായത് കൊണ്ട് മാത്രം ഞാൻ അവളെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലക്ഷ്മിനെ പോലെ വലിയ വീട്ടുകാരൊന്നും അല്ലായിരുന്നു ദീപ, ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് അവളെ ഒരുപാട് സഹിച്ചായിരുന്നു. പാവം, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഞാൻ സ്നേഹം അവൾക്ക് കൊടുത്തിട്ടുള്ളൂ, വളരെ കുറച്ചു ദിവസങ്ങൾ മാത്രം. അച്ഛാ, അത് തന്നെ ധാരാളം. കല്യാണിയുടെ അമ്മക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാലും എനിക്ക് അവളെ ഒരുപാട് സ്നേഹിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നടാ. ദൈവം അത് കേട്ടില്ലല്ലോ. എന്നെ എടുത്തെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പാവം ദീപനെ കൊണ്ടുപോയതിൽ എനിക്ക് വിഷമം. അച്ഛാ, നമ്മുടെയൊക്കെ തലയിലെ എപ്പ മരിക്കും എപ്പ ജനിക്കും എന്നൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാരണം വന്ന് മരിക്കോ അച്ഛാ, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടേ. നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പോണ, നല്ല കാര്യങ്ങൾ മാത്രം വിചാരിക്കുക. കാർത്തികയുടെ വിവാഹം, കല്യാണിയും കിരൺ സാറിന്റെ കൂടെയും കാദംബരിയുടെ കൂടെ പിള്ളേരുടെ കൂടെ അച്ഛൻ സുഖമായിട്ട് ജീവിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് മല ചവിട്ടാം എന്നൊക്കെ രതീഷ് പറഞ്ഞിട്ട് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് പോകുവാട്ടോ. അതേസമയം അമ്പലത്തിൽ അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളുടെ അച്ഛന് നല്ല പ്രയാസമുണ്ട്, എന്താണ് ഗംഗപ്രസാദ് മരിച്ചിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ എന്നുള്ള ടെൻഷൻ നന്നായിട്ട് അച്ഛന്റെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കല്യാണി പറയണ്ടേ, എനിക്ക് നല്ല ആ ഒരു ടെൻഷൻ ഉണ്ട് ലക്ഷ്മിയമ്മേ, കാരണം ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടതാണ് ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ട്, അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. സ്റ്റെഫി ആണോ? സ്റ്റെഫി ഒന്നല്ല, വേറൊരു പെൺകുട്ടിയാ, ഒരു കാട്ടിലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച ഒരു പെൺകുട്ടിയാ. അവളും കൂടി ചേർന്ന് എന്റെ കിരണേട്ടന്റെ നെഞ്ചത്ത് വിഷം പുരണ്ട അമ്പെയ്യണ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്ന് പറയുമ്പോ ലക്ഷ്മിയമ്മ പറയണ്ട്, മോളെ നിനക്കറിയാവോ, തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഇവൻ മരിച്ചു, ഇവൻ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഡെഡ് ബോഡി വരെ കൊണ്ടുവന്നതാണ്. പക്ഷെ ഒരു ചെറിയ ജീവൻ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ആ ജീവൻ വെച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്. ശരിക്കും ഷോക്ക് ആവണ സമയമായിരുന്നു മോളെ അതൊക്കെ. ഒരു ചെറിയ ജീവൻ ബാക്കി ഉണ്ടെങ്കിൽ പോലും അവൻ അവിടെ നിന്ന് ജീവൻ വെച്ച് വരുന്ന ജാതിയാണ് അവൻ. അതുകൊണ്ട് എനിക്കും നല്ല പേടിയുണ്ട്. അവന്റെ ഡെഡ് ബോഡി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവർ ഡെഡ് ബോഡി കണ്ട് അത് ദഹിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവൻ മരിച്ചു എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. അവൻ ചത്താലും
സമാധാനക്കേടാണ് എന്നൊക്കെ ഇങ്ങനെ ചത്താലും കണ്ടില്ലെങ്കിലും സമാധാനക്കേടാണെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്. കല്യാണി പറയുന്നുണ്ട്, അപ്പൊ കിരണേട്ടൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാട്ടിലൊക്കെ ഒന്ന് അരിച്ചു പെറുക്കാനായിട്ട്. പക്ഷെ അവൻ കാട്ടിലോ എവിടെയെങ്കിലും മരത്തിലാണെങ്കിലും ജീവിക്കും മോളെ. എത്ര ആഴ്ച വേണമെങ്കിലും 2-3 ആഴ്ചയും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വരെ അവൻ ജീവിക്കും. അങ്ങനത്തെ ഒരു സാധനം അവൻ. എന്തായാലും ലക്ഷ്മിയമ്മ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അല്ല, കാർത്തിക് മോളുടെ വിവാഹം എടുക്കുന്നവർ പേടിയാ മോളെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ദീപയുടെ അവസ്ഥ പോലെ ഇനി ആർക്കും വരാതിരിക്കാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണത്. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു പോലും ചെയ്തതാണ് ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോയിട്ട് കല്യാണ സമയത്ത് വന്നാലോ എന്നതേ. നിങ്ങൾ വെറുതെ അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ ഇത്രമാത്രം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ഞങ്ങളെ വിട്ടു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമാവില്ലേ എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് ലക്ഷ്മിയുടെ കാർത്തികയുടെ തൊട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ്. ഗംഗപ്രസാദ് വീണ്ടും അവിടെ നിന്ന് പതുക്കെ ഗംഗപ്രസാദ് എഴുന്നേക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ എഴുന്നേക്കാൻ പറ്റാത്ത പോലെ അഭിനയിക്കുകയാണ് ഗംഗപ്രസാദ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ചുമ്മാ അഭിനയിച്ച് അങ്ങോട്ട് കിടക്കാണ്. പക്ഷെ അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഗംഗപ്രസാദ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കാണ്. കാട്ടിലേക്ക് പോവാണ്ട് കുറച്ച് അമ്പും വില്ലൊക്കെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ എങ്ങാനും പോലീസുകാരോ കിരണോ ആരെങ്കിലൊക്കെ ഇനി അന്വേഷിച്ച് വരാണെങ്കിൽ അവരെ തീർത്ത് കളയണം. അത് മാത്രമുള്ളൂ ഗംഗയുടെ മനസ്സിൽ. കാരണം ഗംഗപ്രസാദ് അമ്പ് ചെയ്ത് വീഴ്ത്തിയാലും പോയി കിടന്നു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഗംഗപ്രസാദ് അമ്പ ചെയ്തെന്ന്. കാരണം അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ അവൻ കാലിന് വയ്യാത്തവനാണ്, അവൻ എഴുന്നേൽക്കാൻ പറ്റാത്തവനാണ്. അതുകൊണ്ട് എന്താണ് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നല്ലേ മറ്റുള്ളവർ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് കാട്ടിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അതൊന്നില്ലെങ്കിൽ കിരണായിരിക്കും, കിരണായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരായിരിക്കും. എന്നാലും ഗംഗപ്രസാദ് പേടിക്കുന്ന ആരെയാണ് കാണുന്നത്? അത് സ്വപ്നമൊന്നല്ല, ശരിക്കും തന്നെ കാണുന്നുണ്ട് കേട്ടോ. അത് മാത്രല്ല, നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ രതീഷും കൂടി ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ കാർത്തികയുടെ വിവാഹം കേട്ടോ. അങ്ങനെ കാർത്തികയുടെ വിവാഹത്തിന് എന്തായാലും ഗംഗപ്രസാദ് തിരിച്ചു വരും. പക്ഷെ അമലുവിനെ പറ്റിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. കാരണം അമലുടെ അഹങ്കാരത്തിന് അത് കിട്ടുകയും വേണം. കാടും അടുത്തു, കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകണം എന്നൊക്കെയാണല്ലോ അമലുവിന്റെ മനസ്സില്. പക്ഷെ അമലുവിനെയും പറ്റിച്ച് അമലുവിനെയും കൊതിപ്പിച്ച് കടന്നു കളയാണ് ഗംഗപ്രസാദ് ചെയ്യണത്. അപ്പൊ നാളത്തെ പ്രൊമോയില് ഇത്രയും ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. പ്രകാശനും രതീഷും കൂടിയിട്ട് ശബരിമലക്ക് പോണെന്നും പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകാശിന്റെയും ദീപയുടെ ഒക്കെ പഴയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, പ്രകാശിന് ഇങ്ങനെ കല്യാണിനെ ചവിട്ടാൻ വേണ്ടി, അത് പഴയ കാലത്തട്ടോ, കല്യാണിനെ ചവിട്ടാൻ വേണ്ടി കാലിങ്ങനെ പൊക്കുന്ന ഭാഗമുണ്ട്. ആ സമയത്ത് ദീപയാണ് കാലിൽ ഇങ്ങനെ പ്രകാശിന്റെ കാലിൽ പിടിച്ചിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്റെ മോളൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുണ്ട്. അന്ന് ആ സമയത്തൊക്കെ കല്യാണിനെ പ്രകാശം കാല് ചുരുട്ടി അടിച്ചാലും കല്യാണി അത് കൊണ്ട് കിടക്കുമായിരുന്നു. പ്രകാശിന്റെ കാല് കൊണ്ടിട്ടോ കൈ കൊണ്ടോ മരിച്ചാലും കല്യാണി ആർക്കും പരാതി പറയത്തില്ല. കാരണം അതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ കല്യാണിനിട്ട് തട്ടി കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങൾ നാളെയും കുറച്ചുകൂടി കാണിക്കോട്ടെ. അത് ഫ്ലാഷ് ബാക്ക് പോലത്തെ ഭാഗങ്ങൾ നാളെയും കുറച്ച് കാണിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.